സർ, നമുക്കറിയാം ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കടമെടുക്കാനുള്ളതിൽ നിന്ന് 3300 കോടിയോളം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ഈ വർഷം അവസാന വർഷമായതുകൊണ്ട് തന്നെ ഒട്ടനേകം പദ്ധതികൾ സർക്കാരിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴാണ് ഈ ഒരു വർഷത്തിലാണ് ഇത്രയും കോടിയുടെ ആവശ്യം വരുന്നതും എന്ന് പറയുന്നു. അപ്പോൾ 3300 കോടി വെട്ടിക്കുറച്ചു. സർക്കാർ ഇനി എന്ത് ചെയ്യും? സർക്കാരിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് ചെയ്യണം. ചെയ്യേണ്ടത് ചെയ്യണമായിരുന്നു. ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പണി കിട്ടിയത്. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കൊരു കമ്പനി ഒരു കാറ് 5 വർഷത്തേക്ക് തന്നു എന്ന് കരുതുക. അതിനകത്ത് ഇഷ്ടം പോലെ പെട്രോൾ അടിക്കാനുള്ള പെർമിഷൻ തരുന്നു. കാറിന് എന്ത് സംഭവിച്ചാലും അവർ റിപ്പയർ ചെയ്തോളാം എന്ന് പറയുന്നു. ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും ആ കാറിനെ ഉപയോഗിക്കുക? നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ ഓടിക്കും. ചിലപ്പോൾ ഞാൻ വല്ലതിന്റെ ഇടയിൽ കൊണ്ട് കയറ്റും. കാര്യം കമ്പനി റിപ്പയർ ചെയ്തോളൂല്ലോ, പ്രശ്നമില്ല. നേരെ മറിച്ച് ആ കമ്പനി പറയുകയാണ്, എനിക്ക് ഒരു ദിവസം 150 കിലോമീറ്റർ വരെ ഓടിക്കാനുള്ള പെട്രോൾ അവർ തരും. കാറ് തോന്നിയവാസം കാണിച്ച് കൊണ്ടിടിച്ചാൽ അതിന്റെ റിപ്പയർ നിങ്ങൾ തന്നെ ചെയ്യണം. തന്ന കണ്ടീഷനിൽ കാറിനെ ഞങ്ങൾക്ക് 5 വർഷത്തിൽ തിരിച്ചു തരണം. അതായത് 5 വർഷത്തെ പഴക്കം പോട്ടെ, പുതിയ കാറാണ്, 5 വർഷം പഴക്കമുള്ള കാറാണ്. ആ തന്ന കണ്ടീഷനിൽ തന്നെ കാറിനെ തിരിച്ചു തരണം. അതുവരെയുള്ള മെയിൻ്റനൻസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആ വണ്ടി ഓടിക്കും? വ്യത്യാസമായിട്ടായിരിക്കും ഓടിക്കുക. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ 5 വർഷത്തേക്ക് കേരളത്തെ ഭരിക്കാൻ ജനങ്ങൾ ഏൽപ്പിച്ചതാണ് ഈ സർക്കാരിന്. 5 വർഷം കഴിയുമ്പോൾ അതിനെ കുളമാക്കി തിരിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഇവര് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇവര് മാത്രമല്ല. എല്ലാ സർക്കാരുകളും നശിപ്പിച്ചാണ് ആക്ച്വലി സർക്കാരുകളെ കൈമാറിയിരുന്നത്. കഴിഞ്ഞ വർഷവും ഇവര് തന്നെ നശിപ്പിച്ചു. കുറച്ച് അതിന്റെ പാപമാര് സാറിന് അതിന്റെ പാപമാര് അടുത്ത വർഷത്ത് മാറി മാറി വരുന്നവരാണ് കേരളത്തിൽ ഇത്രയും നാള് അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ സാറിന് അതിൽ കോൺഗ്രസ് സർക്കാരും ഇടത് സർക്കാരും മാറി മാറിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അടുപ്പിച്ച് 2 പ്രാവശ്യം ഇടത് തന്നെ വന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പാപം കൂടെ അവർ ചുമക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. ഇതെന്താണ് ഇത് പറയാൻ കാരണം? നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ കടമെടുപ്പിൽ ഒരു ചെറിയ കുറവ് വരുത്തി. ചെറിയ കുറവെന്ന് പറഞ്ഞാൽ 3300 കോടി രൂപ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കടമെടുക്കാനുള്ള അവരുടെ കപ്പാസിറ്റിയെ കുറച്ചു. എന്താണ് കാരണം? അതായത് കേരളം മാത്രമല്ല, എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞ GRF, ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. അതൊരു നിയമപരമായി നിർബന്ധമായിട്ടുള്ള ഒരു ഫണ്ടാണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നറിയാമോ? ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ കേന്ദ്ര സർക്കാർ ഏജൻസികളും സൊസൈറ്റികളും സർക്കാർ നിയന്ത്രണത്തിലുള്ളവരൊക്കെ കടമെടുക്കുമ്പം ബാങ്കുകളിൽ നിന്നാണ് കടമെടുക്കുക. ആ കടമെടുക്കുന്നതിന് ഗ്യാരണ്ടി നിൽക്കുന്നത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതായത് കേരളത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ കടമെടുക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പം അവര് പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ സർക്കാർ ഗ്യാരണ്ടി, ഒരു ബാങ്കും സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ, ഇപ്പൊ നമ്മൾ എനിക്ക് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരാരെങ്കിലും കാശ് തരുമോ? ഏതെങ്കിലും ഒരു ബാങ്ക് തരുമോ? ഇത് തരുന്ന ഒറ്റ കാറ്റഗറിക്കേ ഉള്ളൂ എന്റെ അറിവിൽ. അതായത് ഈടില്ലാതെ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ പൊതുവെ ഡീഫോൾട്ട് വരുത്താറില്ല എന്നുള്ളത് കൊണ്ട് എഗൈൻസ്റ്റ് ഗ്യാരണ്ടി ഇല്ലാതെ ലോൺ തരുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ. ഞാൻ എന്നെ ഇഷ്ടം പോലെ ആളുകൾ ലോൺ വേണോ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഈ ലോൺ ആർക്കാണ് കൊടുക്കണമെന്ന് അറിയോ? ഇങ്ങനെ ഗ്യാരണ്ടി ഇല്ല, ലോൺ ആവശ്യമില്ലാത്തവന് മാത്രമേ ലോൺ കൊടുക്കൂ. സാധാരണ പൊതുവെ ഡോക്ടർമാർക്ക് ആവശ്യമില്ല, അത്യാവശ്യം കാശൊക്കെ കയ്യിലുണ്ടാവും. അപ്പൊ ഈ ബാങ്കുകൾ വിളിച്ച് അങ്ങോട്ട് അവർക്ക് ഷുവറായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഒരു ഗ്യാരണ്ടിയും വേണ്ട എന്ന് പറഞ്ഞു തരും. പക്ഷേ സാധാരണ മനുഷ്യർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാങ്കും ലോൺ തരില്ല. എന്തെങ്കിലും ഒരു ഈട് വേണം, കൊളാട്രൽ വേണമെന്ന് പറയും. ഒന്നുകിൽ നിങ്ങളുടെ സ്റ്റോക്ക്, അല്ലെങ്കിൽ ഒരു വസ്തു, അല്ലെങ്കിൽ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലം, ഇങ്ങനെ ഒരു ഈട് വേണം. അപ്പോ ഈ സർക്കാർ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ ഇവന്മാര് തോന്നിയ പോലെയാണ് ലോൺ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് ഗ്യാരണ്ടി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പക്ഷെ സംസ്ഥാന സർക്കാർ വാക്കുകൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞാൽ പോരാന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം. ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ കയറി പോകുന്നു കടം. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ
ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട്. അതായത് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന സ്ഥാപനങ്ങൾ ആരെങ്കിലും ഫോൾട്ട് വരുത്തിയാൽ ഈ സർക്കാർ കൊടുക്കണമല്ലോ. അതിന് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് എവിടെ മാറ്റി വെച്ചിരിക്കുന്നു? അതുകൊണ്ട് അതിനു വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കണം. അതാണ് ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട്. അതിനകത്ത് കാശുണ്ട്, അതിനകത്ത് മിനിമം ഇത്ര കാശുണ്ട്. ഇതാണ് ഇതിന്റെ പ്രശ്നം. കേരള സർക്കാർ ഇത് ചെയ്തിട്ട് പോലും, ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല. ഇങ്ങനെ ഒരു ഫണ്ടിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഉണ്ടാക്കിയിട്ടില്ല. 5 പൈസ അതിനകത്ത് ഇട്ടിട്ടില്ല. ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ 5 പൈസ ഇട്ടിട്ടില്ല. ഇവിടാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. കേരള സർക്കാർ ഒരു നിയമം കൊണ്ട് റോഡിൽ വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ഒരു നിയമം. ആ നിയമം നമ്മൾ ആരെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ ഫൈൻ വരൂലേ? ഫൈൻ വരും. അത് അടയ്ക്കണ്ടേ? അടച്ചില്ലേ എന്ത് ചെയ്യും? പണി തരും. അപ്പൊ ഇതാണ് ഇതിന്റെ പച്ചയായ സത്യം. അല്ല, ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ മൂവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് പറയാൻ കൊള്ളാവുന്നതേ ഉള്ളൂ. അപ്പൊ നാച്ചുറലി ഈ അനുഭവിക്കുന്നവർ പറയുമല്ലോ, ഞാൻ കേരളത്തിലായത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ബീഹാറിലാണെങ്കിൽ ആരും ഹെൽമെറ്റ് വെക്കാറില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കണം. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ വർഷത്തേക്ക് ഡിസംബർ 25 വരെ അനുവദിച്ചിരുന്ന കേന്ദ്ര കടമെടുപ്പ് പെർമിറ്റ്, അതായത് സംസ്ഥാനത്ത് കേരളം അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലാണ്. ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ അല്ലാതെ സാമ്പത്തിക കാര്യങ്ങൾ തോന്നും പോലെ ചെയ്യാൻ വകുപ്പില്ല, ആവതുമില്ല, വകുപ്പുമില്ല. അപ്പൊ കേന്ദ്രം ഈ വർഷം കടമെടുക്കാൻ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് 32,829 കോടി രൂപയാണ്. 32,829 കോടി ഈ ഡിസംബർ 25 വരെ. അതിനകത്തുനിന്ന് 3,300 രൂപ വെട്ടിക്കുറച്ചു കയ്യിലിരിപ്പുണ്ട്. കേരളത്തിന്റെ കയ്യിലിരിപ്പോട്ട് കുറച്ചതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, നമുക്ക് 29,529 കോടി രൂപ മാത്രമേ കടമെടുക്കാനുള്ള വകുപ്പുള്ളൂ. ഇതാണ് അതിന്റെ പ്രശ്നം. ഈ എന്തുകൊണ്ടാണ് ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് വന്നെന്ന് പറഞ്ഞാൽ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് പറഞ്ഞാൽ നിയമപരമായി ഉള്ള ഫണ്ടാണ്. ഈ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ മാത്രമല്ല സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എന്ന് പറയുന്നത് RBI ആണ്. 12ാമത് ഫിനാൻസ് കമ്മീഷൻ ഗൈഡ് ലൈൻസ് 2004-2005 വന്നു. ഇപ്പോഴല്ല, 2004-2005 ഫിനാൻസ് കമ്മീഷൻ ഗൈഡ് ലൈൻസ് വന്നു. 12ാമത് ഫിനാൻസ് കമ്മീഷൻ ഗൈഡ് ലൈൻസ്. അതിനകത്താണ് ഈ ഡിഫോൾട്ട് റിസ്ക്, അതായത് കടമെടുത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി, അത് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗ്യാരണ്ടീഡ് ലോൺസിന് കടമെടുക്കുമ്പോൾ തിരിച്ചടവ് ഉണ്ടായില്ലെങ്കിൽ ഉള്ള നടപടികളെ പറ്റിയുള്ള നിർദ്ദേശം വന്ന 2004-2005 അത് ഏത് സർക്കാരാണ് ഭരിച്ചിരുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഇനി കേരളം പറഞ്ഞിരുന്നത് ഏകദേശം നമ്മൾ ഒരു 40,000 കോടി രൂപ കടമെടുക്കണമെന്നായിരുന്നു സങ്കല്പം. ഏകദേശം അത് നടന്നില്ല. കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ടാണ്. ഇതുവരെ കേരളം 40,000 കോടി രൂപയ്ക്ക് ഗ്യാരണ്ടി നിന്നിട്ടുണ്ട്. 40,000 കോടി രൂപയ്ക്ക് ഗ്യാരണ്ടി നിന്നിട്ടുണ്ട്. ഇതടയ്ക്കാൻ സർക്കാരിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ ഗ്യാരണ്ടി നിന്നു, നിനക്ക് ഗ്യാരണ്ടി നിൽക്കാനുള്ള ആവതുണ്ടോ? നമ്മൾ കൊളാറ്ററലായിട്ട് വേറൊരാളെ ഒരാളെ കൂടെ വെക്കാൻ പറയും, ആസറ്റ് ഉള്ള ഒരുത്തനെ കൂടെ വെക്കാൻ പറയും നിങ്ങളുടെ ഗ്യാരണ്ടറായിട്ട്. ഈ ഗ്യാരണ്ടറിന്റെ വഴി കൂടെ പോണ പിച്ചക്കാരനെ പിടിച്ച് ഗ്യാരണ്ടർ ആക്കിയ ബാങ്ക് സമ്മതിക്കോ? ഇല്ല. അവനും പൗരനാണല്ലോ, അവനെ കൊണ്ട് സമ്മതിക്കൂല. ആസ്തിയുള്ള ഒരുത്തന്റെ ജാമ്യം നിൽക്കാൻ പറ്റും. അതിനെ പറയണം ജാമ്യം നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ ജാമ്യം നിൽക്കുന്നവനെ, സർക്കാർ ജോലിയുള്ളവനെ കൊണ്ട് ജാമ്യം നിൽക്കാൻ ബാങ്കുകൾക്ക് താല്പര്യമാണ്. 2 സർക്കാർ ജോലിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും ബാങ്കിൽ ജാമ്യം. അപ്പോ ജാമ്യം നിൽക്കാൻ ആവത് വേണം. അപ്പൊ കേരള സർക്കാരിന് ജാമ്യം നിൽക്കാൻ ആവതുണ്ടോ എന്നുള്ളതാണ്. ഓൾറെഡി 40,000 കോടി രൂപയുടെ ജാമ്യം നിന്നിട്ടുണ്ട്. ഇത് 61 PSU, അതായത് സംസ്ഥാന സർക്കാരിന്റെ 61 PSUകളും സൊസൈറ്റികൾക്കും വേണ്ടിയാണ് 40,000 രൂപ കടമെടുക്കാൻ വേണ്ടി ജാമ്യം നിന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ആ ഫണ്ട് ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കണം. 600 കോടിയെങ്കിലും ഉടൻ അതിൽ നിക്ഷേപിക്കണം. ഈ 600 കോടി അതിനകത്ത് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് നമ്മളിപ്പോ വെട്ടിക്കുറച്ച 3,300 കോടി ശരിക്കും അതും കൂടെ അനുവദിക്കും. കടമെടുക്കാനുള്ള പരിധിയായിട്ട് അനുവദിക്കും.
എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇത് ചെയ്യണ്ടേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാരണ്ടി നിൽക്കുന്നവന് ആവതുണ്ടോ എന്ന് അതിന് വേണ്ടപ്പെട്ടവർ പരിശോധിക്കണ്ടേ? എത്ര പേർക്ക് അറിയാവുന്നതാണ് IMF ലോൺ ഇപ്പൊ പാകിസ്ഥാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഡിഫോൾട്ട് സ്റ്റേറ്റ് ആവുമായിരുന്നു. ഡിഫോൾട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പണി കഴിഞ്ഞു എന്നർത്ഥം, പാപ്പരായെന്നർത്ഥം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വന്ന് അടുത്ത 5 വർഷത്തേക്ക് ഞാൻ അധികാരത്തിൽ വരുന്നു. എനിക്ക് തോന്നിയ പോലെ കടമെടുത്ത് ഞാൻ അങ്ങ് ഭരിച്ചിട്ട് അങ്ങ് പോയാലോ? അതെങ്ങനെ ശരിയാവും? അപ്പോ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കലാശക്കൊട്ടിന്റെ വർഷമാണ്. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ എല്ലാം നമ്മൾ ഈ കൂട്ടപ്പരിച്ചിൽ എന്ന് പറയും, വെടിക്കെട്ട് നടത്തുമ്പോൾ അവസാനം പടപടപടാന്നങ്ങ് പൊട്ടിക്കും. അത് കണ്ടിട്ട് ആളുകൾ ഞെട്ടും. അപ്പൊ അതിനുവേണ്ടി വച്ചിരിക്കുന്ന വർഷമാണ് ഈ 2025-26 എന്ന് പറയുന്നത്. കാരണം ഞാൻ അടുത്ത വർഷം ഇലക്ഷനാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാല് 40,848 കോടി, ഇത് 40,000 കോടിക്ക് കടം നിന്നുള്ള ഗ്യാരണ്ടി നിന്നു എന്നുള്ളതല്ല പറഞ്ഞത്. സർക്കാരിന്റെ ഈ ബഡ്ജറ്റില് 40,848 കോടി കടമെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് കേന്ദ്രം അനുവദിച്ചില്ല. 32,000 കോടി അനുവദിച്ചുള്ളൂ. അതിനകത്തു നിന്നാണ് 3,300 ഇപ്പൊ വെട്ടി താൽക്കാലികമായി കുറച്ചിരിക്കുന്നത്. അല്ലാതെ ഇവര് എത്രയോ വർഷമായിട്ട് പറയുന്നു ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഉണ്ടാക്കണം. ഇതുവരെ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല, കേട്ടിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഇതല്ലാതെ വേറെ എന്താ മാർഗം? ഇത് സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ, കേരള സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ എന്താണ് ഒരു മാർഗം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പറഞ്ഞാൽ കേട്ടില്ല എന്ത് ചെയ്യും? അപ്പൊ ഇതുവരെ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളു മാർഗം. അപ്പൊ എന്ത് പ്രശ്നം വരാൻ പോണെന്ന് പറഞ്ഞാൽ ഈ വർഷത്തേക്ക് കൂട്ടപ്പരിച്ചിലിന് വെച്ചിരിക്കുന്ന കുറെ വികസനങ്ങളുണ്ട്. വെൽഫെയർ പേയ്മെന്റ് എന്ന് പറയും, ക്ഷേമ ബത്തകള്, അല്ലെങ്കിൽ റോഡ് കീഴിലിടുക, ടാറടിക്കുക, പെയിന്റ് അടിക്കുക, പിന്നെ നമ്മുടെ ഈ സർക്കാരിന് വേണ്ടി പൊലിപ്പിച്ചിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കുക, പത്രപരസ്യങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ പത്രപരസ്യങ്ങൾ നടത്തുക, ജാഥ നടത്തുക, പിന്നെ ബസ്സിൽ കയറി പോവുക, പിന്നെ സൈക്കിളിൽ പോവുക, കാൽനടയാത്ര, ഇതിനൊക്കെ കാശ് വേണം. സർക്കാരിന്റെ അവസാനം പൊലിപ്പിച്ച് ചെണ്ട കൊട്ടാൻ വേണ്ടി, അങ്ങനെ കലാശക്കൊട്ട് നടത്താൻ വേണ്ടി കാശ് വേണം. അതിന് ചിലപ്പം പ്രശ്നം വരും. എന്നാലും 600 കോടി രൂപയേ ഉള്ളൂ. 600 രൂപ കൊടുത്ത് അത് ചെയ്യേണ്ട കാര്യം അങ്ങ് ചെയ്തിട്ട് ആ 3,300 കോടി അത് ചെയ്യില്ല. അതിന് വരെ കരച്ചിലാണ്. രാവിലെ മുതൽ കരച്ചിലോട് ഞങ്ങള് രാഷ്ട്രീയമായി ഒതുക്കുന്നേ എന്നുള്ളതാണ്. അതായത് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തില്. അതായത് ഈ വർഷത്തിന്റെ പകുതിയോടുകൂടി ഇതിന്റെ ദോഷം നമ്മൾ അനുഭവിച്ചു തുടങ്ങും. അതായത് പെൻഷൻ, സോഷ്യൽ പെൻഷൻ കുറയും, DRES കുറയും, പിന്നെ കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടാതെയാവും, ഫോൺ ബ്രോഡ്ബാൻഡ് പരിപാടി വെള്ളത്തിലാവും, റിന്യൂവബിൾ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾ പ്രശ്നത്തിലാവും. അപ്പോ അതുകൊണ്ട് ഇത് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കണം, വലിയ കാശ് കൊടുത്ത് ഓവർ ഡ്രാഫ്റ്റ് എടുക്കണം, ടാക്സ് കൂട്ടണം. ഇതെല്ലാം അവസാനം വരാൻ പോണത് നാട്ടുകാരുടെ പടലിയിലാണ്. മദ്യത്തിന് വില കൂടും, ഫ്യൂവലിന് വില കൂടും, ലോട്ടറി ഒരു 5-6 കൂടെ ഇറക്കും. ഇതെല്ലാം തൽക്കാലം ഇപ്പൊ വേറെ മാർഗമില്ല. അപ്പൊ ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇത് ഓൾറെഡി കേരളം സുപ്രീം കോടതി 2024 ഞങ്ങളെ ഇങ്ങനെ ഒതുക്കുന്നേ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയിരുന്നു. അതായത് എന്താ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടമെടുക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ കേരളം അതിഭീകരമായ ഒരു ബുദ്ധി പ്രയോഗിച്ചു. കിഫ്ബി എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഉണ്ടാക്കി അതിനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് സർക്കാരിന് കൊടുത്തു. അപ്പൊ കേന്ദ്രം പറഞ്ഞു അത് നടക്കൂല, നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ കിഫ്ബി ഉണ്ടാക്കി കിഫ്ബിയെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് അത് നിങ്ങളുടെ ലോൺ തന്നെയാണ് എന്ന് സർക്കാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ, അതാണല്ലോ അതിന്റെ ന്യായം. പറ്റിക്കാൻ നോക്കി. അതുപോലെ ഒരു സാധനമുണ്ട് പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനവും തുടങ്ങി. അതും കേന്ദ്ര സർക്കാർ പറഞ്ഞു കടമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കടമായിട്ട് കൂട്ടും. നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി, കേന്ദ്രത്തെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കിഫ്ബിയുടെ ലോണ് അത് പെൻഷൻ ഫണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ളതാണ്. എന്തായാലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് തമ്മിൽ സംസാരിച്ചതിനകത്തൊരു ധാരണയിലെത്ത്. 5 അംഗ ജഡ്ജി, ഒരു ഭരണഘടനാ ബെഞ്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കേന്ദ്രത്തിന് അവകാശമില്ല എന്നാണ് കേരളത്തിന്റെ വാദം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ ഈ കേരളം എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഈ ഇടതുപക്ഷം പറയുന്നത് ഇത് ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് ഞെക്കിക്കൊല്ലുകയാണ് എന്നാണ് പറയുന്നത്. അത് നമ്മളോട് സാമ്പത്തികമായ ഒരു നീതി പുലർത്തുന്നില്ല. പക്ഷേ
അതേസമയം UDF-നും BJP-യും പറയുന്നത് ഇങ്ങനല്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. സത്യം അതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെ പോയി? ഇനി ഇത് ഈ കേരളത്തിന് മാത്രമല്ല ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട്. നിങ്ങൾ ഒരാൾക്ക് ലോൺ കൊടുക്കും, ആസ്തി ഇല്ലാത്തവർ തന്നെ ലോൺ കൊടുക്കും, ചുമ്മാ പറഞ്ഞ സൗഹൃദത്തിന്റെ പേരിൽ, അത് കോടിക്കണക്കിന് രൂപ. പറ്റൂലല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് അതിന്റെ പ്രശ്നം. അതായത് ഇത് തോന്നും പോലെ ഭരിച്ച് മുടിപ്പിക്കാനുള്ള വകുപ്പില്ല തൽക്കാലം. പണ്ടുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ പുതിയ ഇന്ത്യയിൽ അതില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സർവീസ് സംഘടനകളൊക്കെ ഭയമാണ്. പെൻഷൻ കിട്ടുമോ, ശമ്പളം കിട്ടുമോ, അരിയേഴ്സ് കിട്ടുമോ, ശമ്പള വർധന ഉണ്ടായിരുന്നത് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. പക്ഷെ എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ ഇപ്പോൾ ഉള്ള കടം എത്രയെന്ന് അറിയാം? 6 ലക്ഷം കോടി രൂപയാണ്. 3 കോടിയാണ് നമ്മുടെ ജനസംഖ്യ, 3 കോടിയിൽ പരം. 6 ലക്ഷം കോടിയാണ് ടോട്ടൽ കടം. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 2 ലക്ഷം രൂപയുടെ കടം ഉണ്ടെന്ന് തോന്നുന്നു, ഒരു കൊച്ചു കുട്ടിക്ക് ഉൾപ്പെടെ. അതല്ലേ? കണക്ക് ശരിയാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ എന്തായാലും ഈ FRBM നോംസ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ആർക്ക് കടമെടുക്കാം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും, പാകിസ്ഥാന് വന്നതുപോലെ ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ട് നരസിംഹറാവുവിന്റെ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം വന്നാണ് ഇന്ത്യക്കും. അവസാനം എത്രയോ ടണ്ണ് ഗോൾഡ് കൊണ്ട് എവിടെയോ വെച്ചിട്ടാണ് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പൊ പാകിസ്ഥാൻ IMF-ൽ നിന്ന് ലോൺ മേടിച്ച് രക്ഷപ്പെട്ടതുപോലെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗതികേട് ഇന്ത്യക്ക് ഇനി വരരുതെന്നുള്ളത്. ഇന്ത്യക്ക് വരാതിരിക്കണമെങ്കിൽ സംസ്ഥാനങ്ങളും കൂടെ വിചാരിക്കണം, കേന്ദ്രം മാത്രം വിചാരിച്ചാൽ നടക്കൂല. അപ്പൊ ഇത് മാത്രമല്ല, നമ്മളിപ്പോ ഇവിടെ മാത്രമല്ല, തമിഴ്നാട്, വെസ്റ്റ് ബംഗാള്, പഞ്ചാബ്, എനിക്കൊന്ന് ഇവരൊക്കെ ഇതുപോലത്തെ പരിപാടികൾ ചെയ്യുന്നതാണ്. അവിടെയൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ കേരളത്തിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ഈ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ട് നിയമപരമായിട്ടുള്ള ഈ ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ട് എന്ന് പറയുന്നത് തുടങ്ങി അതിനകത്തോട്ട് 600 കോടി ഇടുക. അല്ലാതെ ഇതിനകത്ത് വേറെ മാത്രമല്ല, അല്ലെങ്കിൽ ഇവരുടെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചില് ബുദ്ധിമുട്ടിലാവും. അപ്പൊ ഇതാണ് നീതു എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും കേരളത്തിന്റെ കടമെടുക്കാം എന്നുള്ള ഒരു അവസാന വർഷത്തേക്ക് കടമെടുക്കാൻ തീരുമാനിച്ചതിന് വലിയൊരു അടി ലഭിച്ചിരിക്കുകയാണ്. 3300 കോടിയാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. പകരം അവസാന വർഷമല്ല, ഇവർ എല്ലാ വർഷവും കടമെടുത്തിരുന്നു. വർഷങ്ങളായിട്ട് ഇത് ഡീഫോൾട്ട് നടത്തിയത് കൊണ്ട് ഇപ്പൊ അവര് പിടിച്ചു എന്നുള്ളത്. ഇവരെ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളെയും പിടിച്ചിട്ടുണ്ട്, ചെയ്യാത്തവരെ എല്ലാം. എന്തായാലും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇരുവിഭാഗവും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിലൊരു തീരുമാനത്തിലെത്തുമോ എന്നറിയാൻ വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.